നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ അമേരിക്ക യുദ്ധം അതിപ്പോൾ വീണ്ടും ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രക്തച്ചൊരിച്ചിലുകൾ ഈ ദിവസങ്ങളിൽ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധം അതിരൂക്ഷമാകുന്നു. ലാരിജാനിയുടെ മരണത്തിന് പ്രതികാരമായി ഇന്ന് പുലർച്ചെ ഇസ്രായേലിന് നേരെയും ഇറാൻ ക്ലസ്റ്റർ മിസൈലുകൾ വർഷിച്ചു. ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ള ഗോറം ഷഹർ 4 ഗദർ മിസൈലുകളാണ് IRGC പ്രയോഗിച്ചത്. ടെലവീവ് ലക്ഷ്യമിട്ടിട്ടുണ്ടായ ഈ മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ലാരിജാനിയുടെ മരണം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ നിര്യാണത്തിന് ശേഷം ഇറാന്റെ സുരക്ഷാ ചുമതലകൾ നിയന്ത്രിച്ചിരുന്ന ലാരിജാനി കൊല്ലപ്പെട്ടത് രാജ്യത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്നും ഇറാൻ വ്യക്തമാക്കി. ലാരിജാനിക്കൊപ്പം ബാസിജ് ഫോഴ്സ് കമാൻഡർ ഗുലാം റിസ സുലൈമാനി വധിക്കപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ലാരിജാനിയുടെ രക്തത്തിന് കടുത്ത ഭാഷയിൽ പ്രതികാരം ചെയ്യുമെന്നും ഇസ്രായേൽ ഖേദിക്കേണ്ടി വരുമെന്നാണ് ഇറാന്റെ സൈനിക മേധാവി മേജർ ജനറൽ അമീർ ഹാത്തമി മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം സംഘർഷത്തിൽ അമേരിക്കയും നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ ഭൂഗർഭ മിസൈൽ താവളങ്ങളിൽ US സൈന്യം 5000 പൗണ്ട് ഭാരമുള്ള അതിശക്തമായ ബോംബുകൾ വർഷിച്ചു. അതായത് ഏകദേശം 2200 കിലോഗ്രാം ഭാരമുള്ള ഒന്നിലധികം ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ചാണ് ഹോർമുസ് കടലിടുക്കിനടുത്തുള്ള ഇറാനിയൻ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയത്. ഇറാനിയൻ കപ്പൽ വേദ ക്രൂയിസ് മിസൈലുകളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നും സൈന്യം അവകാശപ്പെട്ടു. ഇത് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പലോട്ടത്തിന് അപകടമുണ്ടാക്കുന്നു എന്നും അവർ അവകാശപ്പെട്ടു. ഇറാനിലെ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രചാരണത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മിക്ക നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സഖ്യകക്ഷികളും പ്രകടിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സെൻട്രൽ കമാൻഡ് ബോംബാക്രമണം പ്രഖ്യാപിച്ചത്. ഈ നീക്കത്തെ വളരെ മണ്ടത്തരമായ തെറ്റ് എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചെങ്കിലും സഖ്യത്തിലെ സഹ അംഗങ്ങളെ അവരുടെ നിലപാടുകൾക്ക് ശിക്ഷിക്കാൻ പദ്ധതിയിടുന്നതായി നേതാവ് ഒരു സൂചനയും നൽകിയില്ല. 3ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന US-ഇസ്രായേൽ സംയുക്ത യുദ്ധത്തെ നാറ്റോ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അതിൽ പങ്കാളിയാകാൻ അവർ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയായ ഇറാനിയൻ മിസൈൽ സൈറ്റുകളെയാണ് തങ്ങൾ തകർത്തതെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയും ഇറാൻ കടുത്ത ഭീഷണി മുഴക്കി. തങ്ങളുടെ പ്രത്യാക്രമണം ശത്രുവിന്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരിക്കുമെന്നും ട്രംപ് സർപ്രൈസുകൾക്കായി കാത്തിരിക്കണമെന്നും ഇറാൻ കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുല്ലാഹി വ്യക്തമാക്കി. ടെഹ്റാൻ, ഷിറാസ്, തബ്രിസ് തുടങ്ങിയ നഗരങ്ങളിലെ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത്. ബുഷഹർ ആണവ നിലയത്തിന് സമീപവും ഇസ്രായേൽ മിസൈലുകൾ പതിച്ചിരുന്നു. നിലവിൽ ഇസ്രായേലിന് നേരെ ഇറാൻ തുടർച്ചയായി മിസൈലുകൾ തൊടുക്കുന്നതായാണ് വിവരം. ഇസ്രായേലിലെ പലയിടങ്ങളിലും സൈറണുകൾ മുഴങ്ങുന്നതായും ജനങ്ങൾ ബങ്കറുകളിൽ അഭയം തേടിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ലോകരാജ്യങ്ങൾ അതീവ ആശങ്കയോടെയാണ് ഈ യുദ്ധ സാഹചര്യത്തെ വീക്ഷിക്കുന്നത്. ഇസ്രായേൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടതും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോൾ ഇറാൻ നൽകുന്നത് ശക്തമായി തിരിച്ചടിക്കുമെന്ന സന്ദേശം തന്നെയാണ്. ഇസ്ലാമിക വിപ്ലവത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ലാരിജാനി അഭിമാനത്തോടെ രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനെ ഉദ്ധരിച്ച് ഇറാന്റെ അർദ്ധ ഔദ്യോഗിക മാധ്യമമായ മെഹറാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ലാരിജാനിക്കൊപ്പം പാരാമിലിറ്ററി വിഭാഗമായ ബാസിജ് ഫോഴ്സ് കമാൻഡർ ഗുലാം റിസ സുലൈമാനിയും വധിക്കപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് അറിയിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ ലാരിജാനിയെ ലക്ഷ്യമിട്ട ഇസ്രായേൽ നടത്തിയ ആക്രമണം ആദ്യം ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ മരണത്തിന് ശേഷം രാജ്യത്തിന്റെ സുരക്ഷാ
ചുമതലകളിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ലാരിജാനി. അദ്ദേഹത്തിന്റെ വധത്തിന് ഇസ്രായേലിനോട് കടുത്ത ഭാഷയിൽ പ്രതികാരം ചെയ്യുമെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി. ടെഹ്റാൻ, ഷിറാസ്, തബ്രിസ് തുടങ്ങിയ നഗരങ്ങളിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഒരേ സമയം വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപവും മിസൈൽ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും ആർക്കും ജീവഹാനി ഉണ്ടായിട്ടില്ലെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കി. ഇറാന്റെ സൈനിക നേതൃത്വത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ലാരിജാനിയുടെ മരണം. മേഖലയിൽ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. കടലിടുക്ക് തടയൽ സഹായിക്കുന്നതിന് കപ്പലുകൾ അയക്കാൻ ഉടനടി പദ്ധതിയില്ലെന്നും മറ്റു രാജ്യങ്ങൾ സൂചിപ്പിച്ചു. സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ തന്റെ രാജ്യം അങ്ങനെ ചെയ്യില്ലെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനും ഇസ്രായേലിന്റെയും US-ന്റെയും സംയുക്ത മുന്നണിയും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് മാർച്ച് ആദ്യവാരം മുതൽ ഫലപ്രദമായി അടച്ചിട്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ എണ്ണയുടെ 20% കടന്നു പോകുന്ന ഒരു സുപ്രധാന ചെക്ക് പോയിന്റാണ്. തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയുള്ള ചരക്ക് കപ്പലുകളുടെ നീക്കത്തെ തടസ്സപ്പെടുത്തിയത് ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. അതേസമയം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇത് വെറും ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് അറിയിക്കാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും പുറത്തുവിടുന്നുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം കോഫി ഷോപ്പിൽ ഇരുന്ന് അദ്ദേഹം ഒരു കോഫി കുടിക്കുന്ന വീഡിയോ പുറത്തു വന്നു. അതിന് പിന്നാലെ ചില ടൂറിസ്റ്റുകളോട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നു. ഇന്നും ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ തന്നെ അത് ജനറേറ്റഡ് വീഡിയോ ആണെന്ന് പറഞ്ഞ് അത് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഏതായാലും യുദ്ധം രൂക്ഷമായ ഈ ഒരു സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾക്ക് മുൻപിലൊന്നും തന്നെ പ്രത്യക്ഷപ്പെടാതെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഏറ്റവും സുരക്ഷിതമായ താവളങ്ങളിൽ തന്നെ ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത്.